വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ വീണ്ടും ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3Dയുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അങ്ങനെ വീണ്ടും വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും സ്റ്റോറി വീഡിയോ, വെബ് സീരീസോ അങ്ങനെ ഒന്നും തന്നെ അല്ല ഗൈസ് നമ്മൾ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇന്ന് അവിടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിലാണെങ്കിൽ അപ്കമ്മിങ് ആയിട്ട് പറഞ്ഞ ഐറ്റംസാണ് ഞാൻ എന്തായാലും പറയാനായിട്ട് എന്തായാലും പോവേണം. ഓക്കെ, 3 അടിപൊളി അപ്കമ്മിങ് ആയിട്ട് പറഞ്ഞ ഐറ്റംസാണ് ഞാൻ എന്തായാലും പറഞ്ഞു തരാനായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ തൊട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇപ്പോൾ തന്നെ എന്തായാലും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം തന്നെ ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിൽ വന്നത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിലാണെങ്കിൽ 27 എന്ന് അടിക്കുകയാണെങ്കിൽ കണ്ടി, നമ്മുടെ ഗെയിമിലാണെങ്കിൽ കണ്ടു ഒരു ഹണി ബീകളൊക്കെ ആഡ് ആയിക്കട്ടെ. വേറൊരു സംഭവം എന്താണെന്ന് അറിയാമോ, ഈ ഒരു ഹണി ബീയിലൊക്കെ ഈ ഒരു ഹണി ബീ നമുക്ക് എന്തായാലും ഇല്ല ഇതേപോലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു ഹണി ബീ ബൈക്കാണ് ഗൈസ്. ഓക്കെ, ഇതെന്തായാലും കൊള്ളാം ഗൈസ്. ഇതൊക്കെ വെച്ച് ഇഷ്ടംപോലെ സ്റ്റോറി വീഡിയോസ് നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം ഗൈസ്. ഒക്കെ നമ്മുടെ സാധാരണ ഒരു കാറിൻ്റെ ബൈക്കിനേക്കാൾ സ്പീഡുണ്ട് ഗൈസ് ഈ ഹണി ബീക്ക്. ഓക്കെ, ഇതെന്തായാലും കൊള്ളാം ഗൈസ്. ഓക്കെ, ഈ ഒരു ഹണി ബി അല്ലാതെ നമുക്ക് നമ്മുടെ പ്ലഗിങ് ആപ്പിലൊന്നും അങ്ങനെ തന്നെ എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല. അതിനി ഏതെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വന്നാലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു ലിങ്ക് വെച്ചാണ് കേസ് എടുത്തതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ കേസ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് എടുത്തെന്നാലും സാധനം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സംഭവത്തിലൊക്കെ കടക്കാം കേസ്. ഓക്കെ, അതേപോലെ തന്നെ ഹണിബിയുടെ ചീറ്റ് കോഡ് 27 ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് പറയാനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിലാണെങ്കിലേ പുതിയതായിട്ടല്ലേ ഒരു കാറുകളൊക്കെ ആഡ് ആവാനായിട്ട് പോകണം. ഓക്കെ, അത് വേറെ ഒന്നല്ലേ സാധനം നമ്മുടെ ലാംബോർഗിനി ഉറൂസാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ലംബോർഗിനിയുടെ ഉറൂസുകളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആവാനായിട്ട് എന്നാലും പോകണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പം മിക്കവാറും നമ്മുടെ ഈ ഒരു ലംബോർഗിനിയുടെ V2 ഇല്ലേ, അതായത് നമ്മുടെ ഈ ഒരു വെനേന അല്ലേ, വെനേന. ഓക്കെ, ഈ വണ്ടിയുടെ ഫുൾ നെയിമാണ് കേട്ടോ വെനേന എന്ന് വെച്ചാൽ കേട്ടോ. ഈ ഗെയിമിൽ വന്നപ്പോൾ അത് V2 എന്നായി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലംബോർഗിനിയുടെ വെനേന അല്ലേ ഈ ഒരു V2. ഓക്കെ, ഈ ഒരു വണ്ടി മിക്കവാറും നമ്മുടെ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിമിൽ ഈ ഒരു സിയാൻ വന്ന സമയത്ത് പറഞ്ഞാണ് ഈ ഒരു വണ്ടി റിമൂവുകളൊക്കെ ചെയ്യുമെന്ന് ഗൈസ്. ഓക്കെ, മിക്കവാറും ഈ വണ്ടി റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലംബോർഗിനി ഉറുസ് കണക്ക് ആടാവണം ചിലപ്പോൾ. ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ റീസെൻ്റ്ലി ഇപ്പോൾ എന്തായാലും ഇതേപോലത്തെ 4 ലംബോർഗിനികളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ റിമൂവ് ചെയ്യും, ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഈ വണ്ടി റിമൂവ് ചെയ്താൽ അത്രയും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാലും നല്ലൊരു വണ്ടിയായിരുന്നു ഗൈസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഓക്കെ നമ്മുടെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, എന്നാലും എന്തോ ഗൈസ് മടുത്തു ഗൈസ്. ഓക്കെ, ബാക്കി വണ്ടികൾ എപ്പോഴും കണ്ടാലും മടുക്കില്ല ഗൈസ്, പക്ഷേ ഈ വണ്ടി എന്തോ മടുക്കണം ഗൈസ്. ഓക്കെ, കാരണം എപ്പോഴും റോട്ടിലുള്ള വണ്ടി ഈ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, എവിടെ പോയാലും ഈ ഒരു ലംബോർഗിനിയുടെ വെനേന, അതായത് ഈ ഒരു V2 റോട്ടിൽ കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലംബോർഗിനി ഉറുസിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കണ്ട അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചിട്ടെന്തായാലും ഉണ്ട് കേട്ടോ, സാമ്പിൾസ്. ഓക്കെ, നല്ല രസമുണ്ട്, കിടിലൻ വണ്ടിയാണ്. ഓക്കെ, ഇതേപോലെ ആയിരിക്കും ഗൈസ് മാക്സിമം പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം അതെല്ലാവരും കണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ ഈ ഒരു ഡിഫൻഡറുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഡിഫൻഡർ മോഡിഫിക്കേഷൻ ചെയ്യണ ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ വരാനായിട്ട് അതെല്ലാം പോകണം. അതായത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ടയറൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അലോയ്സ് മൊത്തത്തിൽ മോഡിഫൈ ചെയ്തൊരു ഓഫ് റോഡ് എഡിഷൻ ടയറിൻ്റെ ഒരു ഇത് വരും, പിന്നെ അല്ലാത്ത ഒരു ടയർ വരും, അങ്ങനെ കുറേ രീതിയിലുള്ള അലോയ്സ് എന്തായാലും നമുക്ക് ഈ ഡിഫൻഡറിൽ ഇനിയിപ്പോൾ മാറ്റാൻ പറ്റിയ. ഓക്കെ, മോഡിഫിക്കേഷൻ മോഡ് അങ്ങനെ എന്തോ സംഭവമാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ ടയർ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ അലോയ് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. പുറകിലത്തെ ഒരു സ്റ്റെപ്പിന് വീലും പിന്നെ നമ്മുടെ ഈ സൈഡിലത്തെ 2 വീൽ, ഇപ്പുറത്തെ സൈഡിലത്തെ 2 വീൽ എല്ലാം നമുക്ക് എന്തായാലും മോഡിഫൈ ചെയ്ത് ഇതിൻ്റെ അലോയ് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കണം ചേട്ടാ. 3 ടൈപ്പിലുള്ള അലോയ്സുകളൊക്കെ ആഡ് ആവും ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല ഗൈസ്. ഉണ്ട്. ഓക്കെ, ഒരു മഞ്ഞ കളറ്, പിന്നെ ഒരു ഗോൾഡൻ കളർ പോലത്തെ അലോയ്, പിന്നെ ഉണ്ട് ഒരു വെള്ള കളറല്ലേ. ഓക്കെ, ഈ ഒരു 3 അലോയാണ് കേസ് ഈ വണ്ടിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്ത് ആടാവാനായിട്ട് തന്നെ പോകണം ചേട്ടാ. അതും നല്ലൊരു ഫ്യൂച്ചറാണ് കേട്ടോ. ഇത് മിക്കവാറും ഒരുമിച്ചായിരിക്കും ആടാവണം ചേട്ടാ. നമ്മുടെ ഈ ലംബോർഗിനിയുടെ ഉറുസും പിന്നെ ഒരു മോഡിഫിക്കേഷൻ്റെ സംഭവം ഒരുമിച്ചായിരിക്കും ആടാവണം ചേട്ടാ. എല്ലാ വണ്ടിയിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അത് അറിഞ്ഞൂടെ കേസ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ മെയിനായിട്ടുള്ള സംഭവം നമ്മളുടെ GTA 5 മോഡ്. ഓക്കെ, GTA 5 മോഡ് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഗെയിമിലേക്ക് ആടാവും കേസ്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. പക്ഷെ എൻ്റെ പോലെ എന്ത് രസമല്ല കേസ്. ഓക്കെ, GTA 5ൻ്റെ കുറേ ഫാൻസുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, കണ്ട ഇവിടെ ഇപ്പോൾ GTA 5ൻ്റെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D വെർഷൻ്റെ കുറേ ഫോട്ടോസ് കണക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നൈസല്ലേ ഗൈസ്. ഓക്കെ, പക്ഷെ അവിടെ GTA 5ൻ്റെ അത്രയും ഗ്രാഫിക്സ് ഒന്നും കിട്ടില്ല ഗൈസ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമുക്കുള്ള ഗ്രാഫിക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഈ സാധനത്തിനാണ് വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയോ ഡൗൺലോഡൊക്കെ ചെയ്യാൻ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ ഫേക്ക് ആണോ റിയൽ ആണെന്നോ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ,
മിക്കവാറും ഫേക്ക് ആയിരിക്കും ഗൈസ്. ഓക്കെ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാമെന്നൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഇറക്കുന്നുണ്ട് ഗൈസൊക്കെ. മിക്കവാറും അതൊക്കെ റിയൽ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്മുടെ GTA 5 ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിൻ്റെ മാപ്പില്ലേ, മാപ്പ് ഓക്കെ, അതവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഗൈസൊക്കെ. അതാണ് സംഭവം എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D ഗെയിമിൻ്റെ മാപ്പ് നമ്മുടെ GTA 5 ഒറിജിനൽ ഗെയിം പ്രൊവൈഡുകളൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസൊക്കെ. അപ്പോൾ ആ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് സെറ്റാക്കിയായിരിക്കും കാണിക്കണമെന്ന് വെച്ചാൽ കേട്ടോ. അങ്ങനെ വല്ല ആയിരിക്കും. ഓക്കെ, അതതിന് റിയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ കുറേ നോക്കി, പക്ഷേ പറ്റുന്നുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡ് ആഡ് ആവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ കേട്ടോ. അപ്കമ്മിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്തിരി ഗൈസ്. ഉടനെ തന്നെ വരും ഗൈസ്. ഓക്കെ, എനിക്ക് മെയിനായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു GTA 5 മോഡാണ് ഗൈസ്. ഓക്കെ, അതെനിക്ക് നല്ല രീതിക്ക് അങ്ങ് ഇഷ്ടമായി ഗൈസ്. ഓക്കെ.